സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 7 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അതേസമയം കേരള ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്കും തുടരും. വിവരങ്ങളുമായി അപർണ ചേരുന്നുണ്ട്. അപർണ, കാലവർഷം കനക്കുകയാണ്. എന്തെല്ലാം മുന്നറിയിപ്പുകളാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകിയിരിക്കുന്നത്? സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റെല്ലാ ജില്ലകളും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. മലയോര മേഖലകളിൽ വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിലും ഒക്കെ തന്നെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും ഇത്തരത്തിൽ കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. കൂടാതെ തന്നെ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശവും ഇത്തരത്തിൽ കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. കൂടാതെ തന്നെ ഔദ്യോഗിക മുന്നറിയിപ്പുകളെല്ലാം തന്നെ കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. വെള്ളപ്പൊക്ക സാധ്യതയുള്ള മേഖലയിലുള്ളവർ അത്യാവശ്യ സാഹചര്യമുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് നീങ്ങാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കണം. കൂടാതെ തന്നെ മലയോര മേഖലകളിൽ താമസിക്കുന്നവർ ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിലുള്ളവരൊക്കെ തന്നെ കൃത്യമായി ജാഗ്രത പാലിച്ച് വേണം അവിടെ കഴിയാനായിട്ട്. ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ അപായ സൂചനകൾ എന്തെങ്കിലും ലഭിക്കുകയാണെങ്കിൽ ഉടനടി തന്നെ അവിടെ നിന്ന് മാറിപ്പോകുവാനുള്ള നിർദ്ദേശവും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മൾ ഇന്നലെയൊക്കെ കണ്ടതാണ് നിരവധി മരങ്ങൾ ഇത്തരത്തിൽ കാലവർഷവുമായി ബന്ധപ്പെട്ട് മതിലിടിഞ്ഞ് വീണും ഒക്കെ ഉണ്ടായതാണ്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ പരമാവധി ശ്രദ്ധിക്കണമെന്ന തരത്തിലുള്ള മുന്നറിയിപ്പുകളും ലഭിക്കുന്നുണ്ട്. കൂടാതെ തന്നെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് കൂടി സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഇത്തരത്തിൽ പുഴയിലിറങ്ങുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ഒഴുക്കുള്ള പുഴയിലോ മറ്റ് ജലാശയങ്ങളിലോ ഇറങ്ങുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. വ്യക്തമായ മുന്നറിയിപ്പുകൾ പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ഇത്തരത്തിൽ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. കാത്തു, ശരി, വ്യക്തമാണ്. അപർണ കേസാണ് വിവരങ്ങൾ നൽകിയത്.